നിന്നോടൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട്, പോയിട്ട് ഇടക്കിടക്ക് ജിയുടെ വിദ്യാഭ്യാസം ചോദിക്കല്ലേ, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് ഒരിക്കലും ചോദിക്കല്ലേ എന്ന്. നീയൊക്കെ പോയി ചോദിച്ച് ഇപ്പൊ വിദ്യാഭ്യാസ മേഖല മൊത്തത്തിൽ തലയിരിച്ച് നിലത്തോട്ടിട്ടുണ്ട്. 5+3+3+4 അറിയോ എന്താന്ന്? അതാണ് പുതിയ സിസ്റ്റം, NEP-യുടെ കീഴിൽ വരുന്ന പുതിയ സിസ്റ്റം. നമ്മുടെ പഴയ +10+2 അതാണ് സംഭവം. അതെല്ലാം ഇന്ത്യയിലെല്ലാം ഒരേപോലെ. അപ്പോൾ കേരളത്തിൽ കിട്ടുന്ന ലാബുകളുടെ അതേ ഫെസിലിറ്റി വേറെ എല്ലാ സംസ്ഥാനത്തും കിട്ടുമോ? എല്ലാ സ്ഥലത്തെയും മെട്രോപൊളിറ്റൻ സിറ്റിയിൽ കിട്ടുന്ന അതേ സംവിധാനം അവരുടെ റൂറൽ എഡ്യൂക്കേഷനിൽ കിട്ടുമോ? ഇതെല്ലാം ഒരേപോലെ ആക്കണമെന്നാണ് പറയണേ. പിന്നെന്താണ് സ്കിൽ ബേസ്ഡ്, ഗുരുകുല സമ്പ്രദായത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് ഗായ്സ്. അപ്പോൾ കാല് കഴുകാനൊക്കെ പഠിച്ചിട്ട് പോയാൽ മതി. എല്ലാവരും വെടിപ്പായിട്ട് കാല് കഴുകുക. ഇതിനു വേണ്ടി കൂട്ടു നിൽക്കുന്ന ഏത് ഗവൺമെൻറ് ആണെങ്കിലും ഇത് തന്നെ ചെയ്യാൻ പോണേ. ഇതിൻ്റെ പേരിൽ ഫണ്ട് കൊടുക്കൂലെന്നാണ് പറയണേ, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ. ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്ര നാൾ ഉണ്ടാക്കി വെച്ച ഈ സക്സസ് മോഡൽസ് അതൊക്കെ തെറ്റാണെന്നാണ് പറയണേ. ഇപ്പോൾ ലോകം എല്ലായിടത്തും നമ്മൾ അംഗീകരിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്, പലയിടത്തും പോയി വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി അതൊന്നും നടക്കൂല ഗൈസ്. എല്ലാവരും പെട്ട്. ഇപ്പം തന്നെ പല ഭാഗത്തെയും യൂണിവേഴ്സിറ്റികളെയൊക്കെ പലയിടത്തും പല രാജ്യങ്ങളിലും ബാൻ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഇല്ലട്ടോ. എനിക്ക് പറയാനുള്ളത് കാല് കഴുകാൻ പഠിക്കുക എല്ലാവരും. ഓക്കെ. പിന്നെ ടീച്ചർമാരോട്, നിങ്ങൾ പണിയെടുത്ത് മരിക്കും. റിപ്പോർട്ട് അടിച്ച് നിങ്ങളുടെ ഊപ്പാട് വരും. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന NEP സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ കേരളത്തിലുണ്ടല്ലോ. അപ്പോൾ അവന്മാർക്ക് ഒരു തെറി പോലും അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ അറിയാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ഇവന്മാരൊക്കെ എങ്ങനെ ഈ പോളിസി മനസ്സിലാക്കാനാണ്? ആര് പറഞ്ഞു കൊടുക്കാനാണ്? സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി. തെറിയോട് തെറിയായിരിക്കും. അത് ഫുൾ അക്ഷരത്തെറ്റ്, ഊഹിച്ചെടുത്തോളണം. എന്താ അവസ്ഥ? അപ്പോൾ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.